നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് നടക്കുന്നത്. പ്രതിക്ക് മാനസാന്തരത്തിന് അവസരമൊരുക്കണമെന്നാണ് വിജീഷിന്റെ അഭിഭാഷകന്റെ ആവശ്യം. ശിക്ഷ ഇളവ് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാൻ കഴിയൂവെന്ന് പൾസർ സുനിയുടെ വാദവും വരുന്നു. ഒപ്പം തന്നെ ഇവിടെ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്ന് കോടതി മറുചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നിഷയിലേക്ക് പോകാം. നിഷ, ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് നടക്കുന്നത്. ശിക്ഷ ഇളവ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ കോടതിയുടെ ഒരു ചോദ്യം, അതിക്രൂരമായ ബലാത്സംഗം നടന്ന ഘട്ടത്തിൽ ഈ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതില്ലേ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് കോടതി തിരിച്ച് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതിവാദങ്ങൾ നടക്കുന്നത്? രാഖി, പ്രോസിക്യൂഷന്റെ വാദം അവസാനിച്ചതോടെ പ്രതിഭാഗം വാദം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ കേസിലെ 4ാം പ്രതിയായ VP വിജീഷിന്റെ അഭിഭാഷകനാണ് വാദം നടത്തിയത്. ഈ പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൂടെ എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പൾസർ സുനിയുടെ വാദം എന്ന് പറയുന്നത് അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാൻ കഴിയൂ എന്നാണ് പൾസർ സുനിയുടെ വാദം. എന്നാൽ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായ ആ ഒരു അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ കൂടി പരിഗണിക്കേണ്ടതില്ലേ എന്നാണ് കോടതി മറുചോദ്യം ചോദിച്ചത്. ഈ നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ 2013 ഭേദഗതിയിൽ ബലാത്സംഗം സംബന്ധിച്ച് നിർവചനങ്ങളിൽ മാറ്റം വന്നുവെന്നും കോടതി പറയുകയുണ്ടായി. കാരണം നമുക്കറിയാം, ക്രൂരമായ ഒരു ബലാത്സംഗത്തിനാണ് നടി ഇരയായത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഈ പ്രോസിക്യൂഷൻ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് പ്രതിഭാഗം ഈ പൾസർ സുനിക്ക് വേണ്ടി പൾസർ സുനിയുടെ അഭിഭാഷകൻ വാദിച്ചത്. കാരണം അതിക്രൂരമായ ബലാത്സംഗം നടത്തിയാൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാൻ കഴിയൂ. ഈ കാര്യമാണ് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചത്. എന്തായാലും പ്രതികൾക്കെല്ലാം തന്നെ, അതായത് 1ാം പ്രതിയായ പൾസർ സുനി മാത്രമാണ് ബലാത്സംഗത്തിൽ ഉൾപ്പെട്ടതെന്നാണ് പറയുന്നത് എന്ന് കോടതി, ബലാത്സംഗത്തിൽ ഉൾപ്പെട്ടത് പൾസർ സുനിയാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ 6 പ്രതികൾ, 2 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യമായി തന്നെ ഈ ഒരു ബലാത്സംഗ കുറ്റത്തിന് കൂട്ടുനിന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ബലാത്സംഗവും ഒപ്പം തന്നെ ഈ ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ചത്, ഇതെല്ലാം തന്നെ ഈ പ്രതികളെല്ലാവരും ചേർന്നാണ്. ബലാത്സംഗം ചെയ്തതും ഒപ്പം തന്നെ ഈ നടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയതുമൊക്കെ പൾസർ സുനിയാണ് എന്ന് പറയുമ്പോൾ പോലും മറ്റു പ്രതികളെല്ലാവരും തന്നെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂട്ട ബലാത്സംഗം എന്ന് പറഞ്ഞതെന്നും കോടതി പറയുകയുണ്ടായി. എങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് സമൂഹത്തിന് സന്ദേശമായിരിക്കണം. ഇന്നത്തെ വിധി, ഈ 6 പ്രതികൾക്കും കോടതി നൽകുന്ന ശിക്ഷ സമൂഹത്തിന് സന്ദേശമായിരിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഈ 6 പ്രതികളും ഒരുപോലെ കുറ്റം ചെയ്തവരല്ല. 1ാം സുനി മാത്രമാണ് ബലാത്സംഗ കുറ്റം ചെയ്തത്. ഇക്കാര്യമാണ് കോടതി പറഞ്ഞത്. എങ്കിലും ഈ സമൂഹത്തിന് വേണ്ടിയല്ല ഇത്തരത്തിൽ വിധി എഴുതേണ്ടത്, താൻ സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടത് എന്ന് മറുചോദ്യം കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുകയുണ്ടായി. എന്തായാലും കോടതി അത്തരത്തിലൊരു മറുചോദ്യം ചോദിക്കുമ്പോഴും നിഷാസ്, ഈ സ്ത്രീയുടെ ആത്മാഭിമാനം പരമപ്രധാനമാണ് എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ നിഷ, ഒരു കാര്യം കൂടി, ഈ കൂട്ട ബലാത്സംഗമാണ് നടന്നത് എന്ന് ഇന്ന് പ്രോസിക്യൂഷൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുമ്പോഴാണ് കോടതി പറയുന്നത്, നടിയെ ബലാത്സംഗം ചെയ്തത് മുഖ്യപ്രതിയായ പൾസർ സുനി മാത്രമാണ്. ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അതിന് കൂട്ടു നിൽക്കുക മാത്രമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂട്ട ബലാത്സംഗം എന്നുള്ളത് നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതിയുടെ ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. രാഖി, ഇതിൽ അതായത് 1ാം പ്രതി പൾസർ സുനിയാണ് നടിയെ ബലാത്സംഗം ചെയ്തത് എന്ന് കോടതി വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഇവരെല്ലാവരും തന്നെ ഈ ബലാത്സംഗ കുറ്റത്തിന് കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം അനുസരിച്ച് പൾസർ സുനിയാണ് ഈ കേസിലെ പ്രധാന കുറ്റവാളി, അല്ലെങ്കിൽ നടിയെ ബലാത്സംഗം ചെയ്തത് പൾസർ സുനിയാണ് എന്ന് കോടതി പറഞ്ഞു. എങ്കിലും ഈ ഒപ്പം ഉണ്ടായിരുന്ന 2 മുതൽ 6 വരെയുള്ള പ്രതികൾ, ഇവർക്ക് എല്ലാവർക്കും തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. 1ാം പ്രതിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് കോടതി പറയുന്നത്. മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കണമെന്ന് കോടതി പറയുകയുണ്ടായി. പ്രതികളുടെ മുൻകാല പശ്ചാത്തലം പരിഗണിച്ച് വേണം ശിക്ഷ നടപ്പാക്കേണ്ടത് എന്നുകൂടെ കോടതി പറയുന്നുണ്ട്. പ്രതികൾക്ക് മാനസാന്തരം വരാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം നടന്ന സമയത്ത് കോടതി ഇക്കാര്യം പരിഗണിക്കേണ്ടേ എന്ന് പ്രോസിക്യൂഷനോട് ചോദിക്കുകയുണ്ടായി. 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സഹായമില്ലാതെ
ഒന്നാം പ്രതിക്ക് കുറ്റം ചെയ്യാൻ കഴിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ ഈ കോടതിയുടെ നിരീക്ഷണങ്ങളെ എതിർത്തുകൊണ്ട് ചോദിച്ചത്. അതായത് ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്യുമ്പോൾ സമാനമായ ആ ഒരു ശിക്ഷയ്ക്ക് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അർഹരാണ് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ കോടതിയിൽ വാദിച്ചു. കാരണം ഇവരുടെ സഹായമില്ലാതെ ഒന്നാം പ്രതിക്ക് ഈ ബലാത്സംഗ കുറ്റം ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ബലാത്സംഗത്തിന് മുഴുവൻ പ്രതികൾക്കുമെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്നാണ് പ്രോസിക്യൂഷൻ ചോദിക്കുന്നത്. മാത്രമല്ല ഈ ബലാത്സംഗ കേസ് ആണ് ഇതെന്നും പ്രോസിക്യൂട്ടർ പറയുകയുണ്ടായി. ഈ ശിക്ഷ അതുകൊണ്ട് തന്നെ ഈ ബലാത്സംഗ കേസിൽ കോടതി നൽകുന്ന ശിക്ഷ, ഇന്നത്തെ ശിക്ഷാവിധി അത് സമൂഹത്തിന് പാഠമായിരിക്കണം, അതൊരു സന്ദേശമായിരിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അപ്പോഴാണ് കോടതി ചോദിച്ചത്, സൊസൈറ്റിക്ക് വേണ്ടിയാണോ താൻ ശിക്ഷ വിധിക്കേണ്ടത്? എന്തായാലും കോടതിയും പ്രോസിക്യൂഷനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് നടക്കുന്നത്. പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദം നടക്കുന്നു, ഒപ്പം തന്നെ വിജീഷിന്റെ അഭിഭാഷകന്റെ വാദം നടക്കുന്നു. ഈ നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ 2013 ഭേദഗതിയിൽ ബലാത്സംഗം സംബന്ധിച്ച നിർവചനങ്ങളിൽ മാറ്റം വന്നു എന്നാണ് കോടതി ഈ പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദങ്ങളെ പരിഗണിച്ചുകൊണ്ട് ചോദിച്ചത്. ബലാത്സംഗം എന്നാൽ ക്രൂരമായ ഒരു കുറ്റകൃത്യം അവിടെ നടന്നെങ്കിൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാൻ കഴിയൂ എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത്. എന്തായാലും കോടതിയിൽ ഇപ്പോഴും പ്രതിഭാഗത്തിന്റെ വാദം തുടരുകയാണ്. രാഖി, എന്തായാലും ഈ നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ 2013 ഭേദഗതിയിൽ ബലാത്സംഗം സംബന്ധിച്ച നിർവചനങ്ങളിലൊക്കെ മാറ്റം വന്നു എന്ന കാര്യം ഈ പ്രതിഭാഗത്തെ കോടതി ഓർമ്മിപ്പിക്കുമ്പോൾ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് ഇത് നിർഭയ കേസ് പോലെയല്ല എന്നുള്ളതാണ്. അതിക്രൂരമായ ബലാത്സംഗം നടന്നിട്ടില്ല, ഇത് നിർഭയ കേസ് പോലെയുള്ള ഒരു കേസല്ല, നിർഭയ കേസുമായി താരതമ്യം ചെയ്യരുത് എന്ന ഒരു കാര്യമാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. നിർഭയ കേസുമായി താരതമ്യം ചെയ്യപ്പെട്ടാൽ അത് ഏത് രീതിയിലേക്ക് ശിക്ഷ എത്തുമെന്ന ഭയം പൾസർ സുനിയുടെ അഭിഭാഷകനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് കോടതിയിൽ നടക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിന്റെ വാദം ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുകയാണ്. പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം ഒരുക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം പരിഗണിക്കണം എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം. ബിജീഷിന്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇളവ് ആവശ്യപ്പെടുന്നുണ്ട്. അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാൻ സാധിക്കൂവെന്നാണ് പൾസർ സുനിയുടെ വാദം എന്നുള്ളതാണ്. ഒപ്പം തന്നെ അമ്മയ്ക്ക് അസുഖമുണ്ട്, കുടുംബ സാഹചര്യം പരിഗണിക്കണം, തനിക്ക് അമ്മയാണുള്ളത്, തൻ്റെ അമ്മയ്ക്ക് താൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പൾസർ സുനിയുടെ വാദം എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ കോടതി ചോദിക്കുന്നുണ്ട്, ഇവിടെ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള കാര്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. അതിജീവിതയുടെ ആത്മാഭിമാനം പരമപ്രധാനമാണ് എന്നാണ് പ്രതിഭാഗത്തിനോട് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. മിഥുൻ അയ്യപ്പൻ കൂടി കോടതി പരിസരത്ത് നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതിവാദങ്ങൾ നടക്കുകയാണ് കോടതി മുറിയിൽ. എന്തായാലും ഇന്ന് തന്നെ കോടതി ശിക്ഷാവിധി ഉണ്ടാകുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പറയും മിഥുൻ. തീർച്ചയായിട്ടും ഈ ശിക്ഷയിന്മേൽ വലിയ ശക്തമായിട്ടുള്ള വാദം നടക്കുകയാണ് കോടതിയിൽ. എല്ലാ പ്രതിഭാഗം വക്കീലന്മാരും അവരുടെ കക്ഷികൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള പറയാനുള്ളതെല്ലാം പറയുന്നു. ശിക്ഷ കുറയ്ക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പൾസർ സുനിയാണ് നേരിട്ട് ബലാത്സംഗം ചെയ്തത്. മറ്റു പ്രതികൾ ബലാത്സംഗത്തിൽ പങ്കെടുത്തില്ല, പക്ഷേ അവർ അതിന് കൂട്ടുനിന്നു. ആ ഒരു രീതിയിലാണ് കൂട്ടബലാത്സംഗം എന്ന വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ പ്രതികൾക്കും ബലാത്സംഗത്തിന് ഒരേ ശിക്ഷ നൽകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതായത് തീർച്ചയായും ഇത് പൾസർ സുനിക്ക് മാത്രമായി കടുത്ത ശിക്ഷയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ കുറഞ്ഞ ശിക്ഷയും ഉണ്ടാകും എന്നുള്ളൊരു സാധ്യതയിലേക്കാണ് ഈ ഒരു ഘട്ടത്തിൽ കോടതിയുടെ ആ ഒരു പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടിയെ നേരിട്ട് ബലാത്സംഗം ചെയ്തത് പൾസർ സുനിയാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർ കൂട്ടുനിന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോരുത്തരുടെയും ഓരോ പ്രതികളുടെയും ശിക്ഷാവിധി പ്രത്യേകമാണ് പരിഗണിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് അവരവർ ചെയ്ത കുറ്റത്തിനനുസൃതമായിട്ടുള്ള ശിക്ഷയായിരിക്കും വിധിക്കുക. കോടതി പറയുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട് മിഥുൻ. ഈ
പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം തെളിയിക്കുന്ന രേഖകൾ ഇല്ല എന്നുള്ളത്, അതായത് ഈ പൾസർ സുനിയുടെ മുൻകാല ചരിത്രം അല്ലെങ്കിൽ എന്തായിരുന്നു, ഏതൊക്കെ കേസിൽ കുടുങ്ങിയിട്ടുണ്ട്, ഏതിലൊക്കെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്, അക്കാര്യമൊക്കെ കോടതി പരിശോധിക്കുകയാണ്, അക്കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ അത്തരം രേഖകൾ ഇല്ല എന്നുള്ളത് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുനിയെ ശിക്ഷിച്ചതിന്റെ ഉത്തരവുകൾ എവിടെ, ആ രേഖകൾ എവിടെ എന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായ പ്രതിവാദങ്ങൾ നടക്കുന്നു. വിട്ടുവീഴ്ച ഇല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടുത്ത ശിക്ഷ ഒരു സൂചനയായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കടുത്ത ശിക്ഷയിലേക്ക് പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. പല ഇപ്പോൾ നമുക്കറിയാം മാർട്ടിൻ ആൻ്റണി അടക്കം കോടതിയിൽ വിതുമ്പിക്കരയുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി. ശിക്ഷാവിധിയുടെ തൊട്ടു മുമ്പാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത്. അത് താൻ അറിയാതെ വിട്ടുപോയതാണ്, ഇതിൽ ബോധപൂർവ്വം ഇതിൽ പങ്കെടുത്തില്ല എന്നെല്ലാമാണ് മാർട്ടിൻ ആൻ്റണി കോടതിയിൽ പറയുന്നത്. അത്തരത്തിൽ ഓരോ കക്ഷികളും അവർക്ക് ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്നും ശിക്ഷ വിധിച്ചാൽ തന്നെ ഏത് ജയിലിൽ പാർപ്പിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ വ്യക്തമായി പറയുന്നു, ഇക്കാര്യത്തിൽ നിർഭയ കേസ് പോലെ ഇതിനെ പരിഗണിക്കണം. കാരണം ആ നടിയുടെ ആക്രമിക്കപ്പെട്ട നടിയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. അവർ ഇതിനകത്ത് പെട്ട് പോവുകയാണ് ചെയ്തത്. പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു എല്ലാം. ഒരു വിധത്തിലുള്ള രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധം അവർ ഈ ക്രൂരമായിട്ടുള്ളൊരു ബലാത്സംഗമാണ് അവിടെ നടന്നത്. നിർഭയ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഓടുന്ന വാഹനത്തിൽ ആണ് നിർഭയ പീഡിപ്പിക്കപ്പെട്ടത്. അത്തരത്തിൽ സമാനമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ആ നിസ്സഹായാവസ്ഥ കോടതി കാണണമെന്നും പരമാവധി ശിക്ഷ എല്ലാ പ്രതികൾക്കും നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പ്രതികളുടെ മുൻകാല പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച കാര്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത്, ഈ പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു അവസരം നൽകേണ്ടതില്ല. അത് കോടതികൾ സ്വാഭാവികമായും ഒരു ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ പരിഗണിക്കുന്ന ഒരു വസ്തുതയാണ്. ഇവർക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ളൊരു സാധ്യത പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് മറ്റ് വശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സ്ഥിരം കുറ്റവാളികളാണോ എന്നുള്ളതടക്കം പരിഗണിക്കുക. നമുക്കറിയാം പൾസർ സുനി സ്ഥിരമായി കൊട്ടേഷൻ എല്ലാം സ്വീകരിച്ചുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ എവിടെയെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ വാദം, അയാൾക്ക് വേണ്ടിയിട്ടുള്ള വാദമാണ് നടക്കുന്നത്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് മാർട്ടിന് വേണ്ടി അഭിഭാഷകൻ വാദിക്കുന്നത്. ഒരു പെറ്റി കേസിൽ പോലും പ്രതി ആയിട്ടില്ല എന്നാണ് മാർട്ടിന് വേണ്ടിയിട്ടുള്ള വാദം കോടതിയിൽ നടക്കുന്നത്. മിഥുൻ, തുടരാം. തീർച്ചയായിട്ടും അത്തരത്തിൽ ഓരോ പ്രതികളും അവരുടെ ഭാഗം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. മാർട്ടിൻ ആൻ്റണി ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നതാണ്, താൻ മാർട്ടിൻ ആൻ്റണിയാണ് അന്ന് നടിയുടെ ഡ്രൈവറായി ഉണ്ടായിരുന്നത്. ഈ ഡ്രൈവർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്ന. അത്തരത്തിൽ മാർട്ടിൻ ആൻ്റണിയും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ മാർട്ടിൻ ആൻ്റണി പറയുന്നത് താൻ മനസ്സാലെ ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല, താൻ പെട്ടുപോവുകയായിരുന്നു എന്നാണ് മാർട്ടിൻ ആൻ്റണി ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത്. അതേ കാര്യം തന്നെ ഇപ്പോൾ കോടതിയിലും മാർട്ടിൻ ആൻ്റണി ആവർത്തിച്ചിരിക്കുന്നു. തനിക്ക് കുടുംബമുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ പ്രതികളും ഈ കാര്യങ്ങൾ അത് പരമാവധി ശിക്ഷ കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതികളുടെയും അഭിഭാഷകർ സ്ഥിരം പറയുന്ന ഒരു വാദമുഖമാണ് അത് ഇവിടെയും ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ കാര്യങ്ങളൊന്നും പക്ഷേ ഒരു ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് ശിക്ഷയെ ബാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്. കാരണം ബലാത്സംഗ കുറ്റമെല്ലാം തന്നെ അതുപോലെ തന്നെ ഗൂഢാലോചനയും എല്ലാം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒറ്റക്കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ കോടതിയുടെ നീക്കം സംബന്ധിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തത്, മറ്റുള്ള പ്രതികൾ കൂട്ടുനിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്കും ഇവർക്കും ഒരേ ശിക്ഷ ആയിരിക്കില്ല നൽകുക എന്നുള്ളതാണ് കോടതി നൽകിക്കുന്നത്. ഓരോ പ്രതികളുടെയും ശിക്ഷ പ്രത്യേകമാണ് കോടതി പരിഗണിക്കുന്നത്, അവരുടെ കുറ്റങ്ങൾ പ്രത്യേകമാണ് പരിഗണിക്കുന്നത് എന്ന് കോടതി ഇതോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ തരത്തിലായിരിക്കും ശിക്ഷാവിധി ഉണ്ടാകുന്നത്. ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതാത് പ്രതികൾ
അവരുടെ ഭാഗങ്ങൾ, അവരുടെ സാമൂഹിക പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം എല്ലാം തന്നെ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് പരമാവധി ശിക്ഷയിൽ നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ സാധാരണയായി അത്തരം കാര്യങ്ങൾ പരിഗണിക്കാറില്ല. പരിഗണിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്: കുറ്റകൃത്യത്തിൽ എത്രത്തോളം പങ്കാളികളായിരുന്നു, ഒപ്പം തന്നെ ഇവരുടെ മുൻകാല പശ്ചാത്തലം, അത് പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നാനുള്ള, മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യത, അത് കണ്ടുകൊണ്ടുള്ള ഒരു നിയമത്തിൻ്റെ ഒരു സാധുതയാണ്. ആ സാധുത കോടതി പരിഗണിക്കണമെന്നുള്ളതാണ്. ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ലെങ്കിൽ ഒരു സ്ഥിരം കുറ്റവാളികളല്ലെങ്കിൽ ആ കാര്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിനു മുമ്പുണ്ടായ പല വിധികളിലും, കോടതി വിധികളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ കാര്യം പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, നടപടികളായിരിക്കും കോടതിയിൽ ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് താൻ മുൻപ് ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നടക്കമുള്ള വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതെത്രത്തോളം കോടതി ഇക്കാര്യത്തിൽ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ കണ്ടറിയണം. കാരണം കോടതി തന്നെ ഇപ്പോൾ ഈ കാര്യം ചോദിച്ചിട്ട് ഒരു മുന്നോട്ട് വെച്ച കാര്യമുണ്ട്. അതായത് പ്രതികളെല്ലാവരും ഒരേ ശിക്ഷ, ഒരേ കുറ്റമാണ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഒരേ ശിക്ഷയ്ക്ക് അർഹരാകില്ല എന്നുള്ള ഒരു കാര്യം കോടതി പറഞ്ഞ സ്ഥിതിക്ക് അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിധികൾ വരാനുള്ള ഒരു ഉത്തരവാദിത്തം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് കോടതിയിൽ നടക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഈ കൂട്ടുത്തരവാദിത്തം, പ്രതികൾക്ക് തുല്യ പങ്കില്ല എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ കൂട്ടുത്തരവാദിത്തം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷാവിധിയിൽ വാദം നടക്കുകയാണ്. ആ വാദം അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമുക്ക് വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സിലൊക്കെ തന്നെ പോകേണ്ടതുണ്ട്.